ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2375. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി, 183-ാമത്തെ ദിവസത്തിലെത്തി. ശരിയാണ്, ഒരാണ്ടിന്റെ പാതി അത് കഴിഞ്ഞല്ലേ. കുറച്ചുകൂടി ശ്രദ്ധയോടെ ബാക്കി കാലത്തെ ഒന്ന് നയിക്കാമോ, നേരിടാമോ? ക്രിസ്തുവേശു ഭൂമിക്ക് നൽകിയ, മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് തീർച്ചയായും ഇതായിരിക്കണം: കാലത്തിന്റെ അവസാനം വരെ എന്നും കൂടെ ഉണ്ടായിരിക്കും, ഒപ്പമുണ്ടായിരിക്കും എന്ന്. ഇതിലും വലിയൊരു അനുഗ്രഹമോ ഔദാര്യമോ ദൈവത്തിന് ചെയ്യാനുണ്ടോ? മനുഷ്യനോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ ഔദാര്യം അതാണെന്ന് തോന്നുന്നു. അവസാനം വരെ കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പ്. ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആളാണ് യേശു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ തന്നെ സത്യമെന്ന് പറഞ്ഞ ആള് ആ വാഗ്ദാനം നിറവേറ്റാതിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ, അത് മറ്റൊരു കാര്യം. അത് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ, വിശ്വസിച്ചു തുടങ്ങുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ പ്രവേശിക്കുകയാണ്. പിന്നെ ഒരു നിഗൂഢമായ ആനന്ദമായിരിക്കും കേട്ടോ. തീർച്ചയായും ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പ് അതോടുകൂടി കിട്ടുകയാണ്. ക്രിസ്തു ഇങ്ങനെ ഗബ്രിയേൽ ദൂതനോട് സങ്കടപ്പെടുന്നതായി ഒരു കഥയുണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവമായി മാത്രം അവിടുത്തെ കാണാനാണ് ഭൂമിയിലെ മനുഷ്യർക്ക്, ഭക്തർക്ക് ഏറെ ഇഷ്ടം, താല്പര്യം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ മാത്രം നമ്മൾ ദൈവത്തെ ഓർക്കുന്നത്. അല്ലാതെ നമ്മുടെ കളിചിരികളിലോ അലച്ചിലുകളിലോ രോഗത്തിലോ ഒക്കെയുള്ള ആ ദൈവത്തിന്റെ നിശബ്ദ സാന്നിധ്യം നമ്മൾ ഓർക്കുന്നേയില്ല, തിരിച്ചറിയുന്നേയില്ല. ദൈവത്തെ അങ്ങനെ ഇടപെടാൻ അനുവദിച്ചാൽ കാര്യങ്ങൾ ഇപ്പോഴുള്ളതുപോലെ മുമ്പോട്ട് പോകില്ല എന്ന് നമുക്കറിയാം, അല്ലേ? എല്ലായിടത്തും എന്റെ ഒപ്പം ക്രിസ്തു ഉണ്ടെന്നൊരു ധാരണയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ചൊക്കെ ഞാനും കുഴപ്പത്തിലാവും. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തും ആവട്ടെ, ഒപ്പം അവനെ കൂടി ക്ഷണിച്ചാല്, കൂട്ടിയാല് കാര്യങ്ങൾ കുറെ കൂടി ഭംഗിയാവത്തില്ലേ? നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ രോഗം നിർണയിച്ചു തരുന്നത് ആ മഹാവൈദ്യനാന്ന് വിശ്വസിച്ചുകൂടെ? അധ്യാപകനാണെങ്കിൽ കുട്ടികളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഗുരുവായി ഒപ്പമില്ലേ? കർഷകനാണെങ്കിൽ വിത്ത് മുളപ്പിച്ച് ഫലം തരുന്ന കർഷകനായി, ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നിങ്ങളോടൊത്ത് വേലുകൊണ്ട് വിയർത്തും അവിടുന്നില്ലേ? അങ്ങനെ യേശുവിനെ കൂട്ടുപിടിച്ചൊരു യാത്രയ്ക്ക് സാധ്യത ഇനിയുമുണ്ട്. ജീവിതത്തിന്റെ ഒരുപക്ഷെ അല്പകാലം അതാവും അവശേഷിക്കുന്നത്. കുറെ കൂടി യേശുവിനോടൊത്ത് സഞ്ചരിപ്പാനും ജീവിപ്പാനുമായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.